എല്ലാവർക്കും തനിമ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു റീചാർജബിൾ ലിഥിയം അയൺ ഫാനിനെ കുറിച്ചാണ്. ഇത് നിർമ്മിക്കാൻ നമുക്ക് ഏകദേശം ഒരു 250 രൂപയോളം ചിലവ് വരുന്നുണ്ട്. ഇതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ഹാർഡ്വെയർ ഷോപ്പുകളിൽ നിന്ന് CCTV ക്യാമറ ഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു 4x4 സൈസിലുള്ള ഇതുപോലത്തെ ഒരു ബോക്സാണിത്. PVC വയറിങ്ങിന് ഉപയോഗിക്കുന്ന ബോക്സ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഈ CCTV ക്യാമറ ബോക്സ് മേടിച്ചാൽ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ നിർമ്മിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കൂടാതെ ഒരു 6 ഇഞ്ച് നീട്ടത്തിലുള്ള 7 ഇഞ്ച് നീട്ടം ഉള്ള ഒരു 3/4 ഇഞ്ച് പൈപ്പ് കഷ്ണം വേണം, വാട്ടർ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു എൽബോ, പിന്നെ ഒരു മോട്ടോർ എന്ന് വെച്ചാൽ അത് നമുക്ക് DC മോട്ടോർ ഇലക്ട്രോണിക് ഷോപ്പുകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതിനൊരു ഏകദേശം 50 രൂപയുടെ അടുത്തുള്ളൊരു മോട്ടറാണിത്. ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയ ടൈപ്പാണ്. ഇതിനൊരു 20 രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടും. പക്ഷേ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചൂടാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്പീഡ് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ലീഫ്, ഇതിനൊരു 10 രൂപ വില വരുന്ന ലീഫാണിത്. ഇതും ഇലക്ട്രോണിക് ഷോപ്പുകളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇങ്ങനത്തെ ഈ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജ് പ്രൊട്ടക്ഷൻ ബോർഡ് സർക്യൂട്ടാണ്. ഇത് നമുക്ക് ഓൺലൈൻ ഷോപ്പുകളിൽ നിന്നോ കടകളിൽ നിന്നോ നമുക്ക് കിട്ടും. ഇതിനൊരു 25 രൂപയോളം വില വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ബാറ്ററി പ്ലസ്, ബാറ്ററി മൈനസ്, ഈ ഔട്ട് പ്ലസ്, ഔട്ട് മൈനസ്, ഇൻപുട്ട് പ്ലസ്, ഇൻപുട്ട് മൈനസ്, ഇത്തരം ഭാഗങ്ങൾ ഇതിലുണ്ട്. ഇത് നമുക്ക് ഇത് നോക്കിയിട്ട് നമ്മുടെ പിന്നെ വേണ്ടത് ഒരു ഇതാണ്, നമ്മുടെ ഫോൺ ചാർജറിൽ നിന്നും ഔട്ട് എടുക്കുന്നതിന് വേണ്ടി മൈക്രോ USB ടു ഔട്ട് എടുക്കണ ഒരു കണക്ടറാണിത്. ഇതിനൊരു 15 രൂപ വില വരുന്നുണ്ട്. ഇതിനൊരു പ്ലസ് മൈനസും, ഇതിൻ്റെ പ്ലസ് പോസിറ്റീവും മഞ്ഞ നെഗറ്റീവുമാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് ഒന്നല്ലെങ്കിൽ നേരിട്ട് മൈക്രോ USB കുത്തണം. പക്ഷേ ഇങ്ങനത്തെ കേസിൽ കൊടുക്കുമ്പോൾ എളുപ്പം ഇതാണ്, നമുക്കിവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും പ്ലസും മൈനസും നോക്കി കണക്ട് ചെയ്ത് കൊടുക്കുക, സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതിന് ശേഷം ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നമുക്ക് മറ്റൊരു ബോർഡുണ്ട്. അത് ഉപയോഗിക്കുന്നത് വെച്ചാൽ DC മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ ബോർഡാണ്. അതാണിത്. ഇതിലും 2 ഇൻപുട്ട് 2 ഔട്ട്പുട്ട് ഇത്രയും കാണും. നമുക്ക് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മളുടെ ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഇതിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുക. ഇതിൻ്റെ ഔട്ട് എടുത്തിട്ടാണ് നമ്മളുടെ മോട്ടറിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇത്രയും ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ലിഥിയം ബാറ്ററി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ബാറ്ററി നമുക്കൊരു 2600 mAh ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ നല്ല ബാക്കപ്പൊക്കെ കിട്ടും. 1200 mAh മുതൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. 2600-ൻ്റെ ഒക്കെ mAh ഉപയോഗിക്കണമെങ്കിൽ ഒരു 100 രൂപ താഴെയായിട്ട് വില വരുള്ളൂ. 1200 mAh ആണെങ്കിൽ വളരെ ബാക്കപ്പ് കുറവായിരിക്കും. എപ്പോഴും 2600 മിനിമം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിൻ്റെ പ്ലസും മൈനസിൻ്റെ അവിടെ നേരിട്ട് സോൾഡർ ചെയ്താൽ പിടിക്കാണ്ട് വരാറുണ്ട്. അപ്പോൾ ഒരു സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റലിൻ്റെ സാധനങ്ങൾ കൊണ്ട് ഇവിടെ ഒരു സ്ക്രാച്ച് വരുത്തിയിട്ടോ ഉരച്ചിട്ടോ ഒരു സോൾഡറിങ് ഫ്ലെക്സ് തേച്ചതിന് ശേഷം സോൾഡർ ചെയ്താൽ എളുപ്പത്തിൽ പിടിക്കുന്നതാണ്. അതിനുശേഷം ഈ ബോക്സിൽ ഇങ്ങനെ ഈ മോഡ്യൂൾ പിടിപ്പിക്കാനായിട്ട് 2 ഹോൾ ഇവിടെ നിർമ്മിക്കണം. ഒരെണ്ണം ഈ മൈക്രോ USB-ന്ന് ഔട്ട് കൊടുക്കുന്ന നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ പോർട്ടും, അതുകൂടാതെ ഇതിൻ്റെ മോഡ്യൂൾ ഈ ചാർജ് സ്പീഡ് കൺട്രോൾ മോഡ് ഉണ്ടല്ലോ മോട്ടറിൻ്റെ, ആ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഈ മോഡ്യൂളിന് പിടിപ്പിക്കാനായിട്ടൊരു നെട്ടും ബോൾട്ടും ഉണ്ട്. അപ്പോൾ അതിനും ഒരു ഹോള്. ഇത് രണ്ടും നിർമ്മിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ 2 സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഈ കമ്പോണൻസ് നമുക്ക് ഒട്ടിച്ച് വെക്കണം. അതാണ് നല്ലത്. അതേ ബാറ്ററിയുടെ പ്ലസും മൈനസും നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം. പിന്നെ അതുകൂടാതെ ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ ഹോളിൽ കൂടെ ഫിറ്റ് ചെയ്യുമ്പോൾ അത് ഈ ബോക്സിൻ്റെ അടി വരത്തുന്ന രീതിയിൽ ഉള്ള നീട്ടം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സൂപ്പർ ഗ്ലൂ ഒന്നും വെച്ച് ഒട്ടിക്കണമെന്നില്ല, അല്ലാണ്ട് തന്നെ കുഴപ്പമില്ലാണ്ട് ഇരുന്നോളും.
ഇതിൻ്റെ സ്പീഡ് നോക്കിക്കോളൂ വർക്ക് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് വേണ്ട ഇത് മണിക്കൂറുകളോളം നമുക്ക് നല്ല ബാക്കപ്പ് തരുന്ന ഒരു റീചാർജബിൾ ഫാനാണ്. കടകളിൽ നിന്നൊക്കെ റീചാർജബിൾ ഫാൻ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ അതൊക്കെ കംപ്ലൈൻറ്റ് വരുന്നത് പെട്ടെന്ന് വളരെ കൂടുതലാണ്. ഇങ്ങനെ നമ്മൾ നിർമ്മിക്കുന്നതാണെങ്കിൽ നമുക്ക് എല്ലാ പാർട്സും അവൈലബിൾ ആണ്. ഇങ്ങനെ കംപ്ലൈൻറ്റ് കുറവാണ്, ബാക്കപ്പ് കൂടുതൽ. വീഡിയോ കണ്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.